ഇപ്പോൾ കവി മധുസൂദനൻ നായർ MT അനുസ്മരിച്ചു. നിലച്ചു പോയതുപോലുള്ള ഒരനുഭവം. ഇത് നമുക്ക് വിലാപകാലമാണ്. ഒരു മഹാപ്രകാശത്തിൻ്റെ നേരിട്ടുള്ള അനുഭവം നമുക്ക് കിട്ടാതായിരിക്കും. അദ്ദേഹം പാടെ മറഞ്ഞുപോയി എന്ന് ഞാൻ കരുതുന്നില്ല. എങ്കിലും ആ തേജസ് പ്രത്യക്ഷമായി ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ സനാഥരായിരുന്നു. ഇപ്പോൾ അനാഥരായി. എൻ്റെ ബാല്യം തൊട്ട് എന്നെപ്പോലുള്ളവരെ മുഴുവനും നല്ല അക്ഷരം പഠിപ്പിച്ച മഹാനായ പുതുമലയാണ്മയുടെ എഴുത്തച്ഛനാണ് അദ്ദേഹം. തുഞ്ചൻപറമ്പ് എന്ന അക്ഷരത്തിൻ്റെ പീഠം ദേശീയ മനസ്സിൻ്റെ സംഗമസ്ഥലമാക്കി മാറ്റിയതിലൂടെ അദ്ദേഹം നിർവഹിച്ചത് സ്നേഹ സൗഹൃദങ്ങളുടെ സംഗമം കൊണ്ടാണ് ഒരു രാജ്യത്തിലെ ജനതയെ ഒരുമിപ്പിക്കേണ്ടത് എന്ന ഒരു രാഷ്ട്രീയ പാഠമാണ്. അതാണ് മഹാരാഷ്ട്രീയം എന്ന് എന്നെപ്പോലുള്ളവരുടെ കൊച്ചു മനസ്സ് ഇപ്പോഴും കരുതുന്നു. എല്ലാ മനസ്സുകളെയും, കുഞ്ഞു മനസ്സുകളെയും വൃദ്ധ മനസ്സുകളെയും കൂടെ ഒരുപോലെ വാത്സല്യത്തോടെ തഴുകാൻ പറ്റിയ, എല്ലാം ഉള്ളിലൊതുക്കിയ, പുറമേ വളരെ പരുക്കൻ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മഹാമേരുവായിരുന്നു MT വാസുദേവൻ നായർ എന്ന് എൻ്റെ പ്രത്യക്ഷമായ അനുഭവം. അദ്ദേഹത്തിൻ്റെ വാത്സല്യം വാക്കുകളിൽ പുറമേ തൂവിപ്പോകുന്നതല്ല. നിളയുടെ ജലകണികയുടെ ഉള്ളിൽ ഉള്ള മാസ്മരമായ ഏതോ ജീവചൈതന്യം പോലെയാണ് MTയുടെ വാക്കുകൾ നമ്മുടെ തലമുറകളുടെ മണ്ണിൽ, മനസ്സിൽ അരിച്ചരിച്ച് കയറി അതിനെ പ്രചോദിപ്പിച്ചുകൊണ്ടും ഉത്തേജിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നത്. അതിനിയും തുടരണം എന്നാണ് എന്നെപ്പോലുള്ളവരുടെ വലിയ അനുഭവം. അത് എന്തുകൊണ്ട് അക്ഷരം മാത്രമല്ല, ചലച്ചിത്രം തുടങ്ങിയിട്ടുള്ളത് പോലും അദ്ദേഹം ഇതിലേക്കായിട്ട് വളരെ പ്രതിഭാപൂർണമായിട്ട് നിർവഹിച്ചു. അതുല്യമായ ശൈലി. അതിലൂടെ നമ്മെ കാലങ്ങളിലേക്ക്, ബോധങ്ങളിലേക്ക് കൈപിടിച്ച് നടത്തിച്ചു. ഞാനാണ് കൈപിടിച്ച് നടത്തിക്കുന്നത് എന്നറിയാത്ത മട്ടിൽ അദ്ദേഹം നമ്മളറിയാതെ പോലും അത് ചെയ്തു. ഇനി ആരുണ്ട് ഇത്രയൊക്കെ ചെയ്തു തരാൻ എന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇപ്പോഴും പേടിയാണ്. ആരുമില്ലല്ലോ. അതാണ് MTയുടെ ചൈതന്യം എന്നെനിക്ക് തോന്നുന്നു. അത് സാഹിത്യം, കല, സംസ്കാരം, സംഘാടനം തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിൽ എങ്ങനെയാണ് പുതിയ തലമുറയെ ദൂരെ ഇരുന്നു കൊണ്ടുപോലും അവർ പോലും അറിയാതെ പ്രചോദിപ്പിച്ച് അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് പ്രകാശിപ്പിക്കുന്നത് എന്ന കല അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. താനറിയാത്ത ചെറുപ്പക്കാരെ പോലും എഴുത്തുകാരാക്കി വളർത്തിയെടുത്തിട്ടുണ്ട്, നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഏറ്റവും വലിയ അക്ഷരകർമ്മത്തിലൂടെ ഏറ്റവും വലിയ സാമൂഹിക കർമ്മം നിർവഹിച്ച ഒരു പുണ്യാക്ഷര പുരുഷൻ ശരിക്കും
എനിക്കെപ്പോഴും അനുഭവപ്പെടുന്നത് അദ്ദേഹം ഒരു പരിപൂർണ കലാനിധി ആണെന്നാണ്. ആ ഒരു പരിപൂർണ കലാനിധിയുടെ പുണ്യാക്ഷരം സേവിക്കാനുള്ള യോഗം കിട്ടിയ മലയാളി, അതിൻ്റെ MT അനുസ്മരിക്കുകയായിരുന്നു ശക്തി കവി മധുസൂദനൻ നായർ.